കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ വളരെ സജീവമായി ചർച്ച ചെയ്ത വിഷയങ്ങളാണ് പേളിമാണി മറീന മൈക്കിൾ ഇഷ്യൂ. അതായത് പേളിമാണി ആങ്കറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഫ്ലവേഴ്സ് ചാനലിലെ ടമാർ പടാർ എന്ന ഷോയിലേക്ക് മറീന മൈക്കിളിനെ ഗസ്റ്റായി ക്ഷണിക്കുകയും മറീനയാണ് അവിടെ ഗസ്റ്റായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് അറിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം പേളിമാണി മറീനയെ ഇന്റർവ്യൂ ചെയ്യുവാൻ തയ്യാറാകാതെ മറീനയുടെ തൊഴിലിനെ നിഷേധിച്ചു എന്നുള്ള രീതിയിൽ വന്ന വാർത്തകൾ. ഇത് മറീന മൈക്കിൾ തന്നെ 2 യൂട്യൂബ് ചാനലുകളിൽ കൊടുത്ത ഇന്റർവ്യൂകളിൽ ഇടയ്ക്കിടയ്ക്ക് പരാമർശിച്ച കാര്യമാണ്. പേളിയുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പേളിയാണ് എന്ന് സൂചന നൽകുന്ന പരാമർശങ്ങൾ പലതും അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ഒരു ഇഷ്യൂ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാര്യമായി ചർച്ച ചെയ്തു. ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പേളിമാണി തൻ്റെ വിശദീകരണവുമായി വന്നിരിക്കുകയാണ്. പേളി തൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു കുറിപ്പ് അതിനെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. ആ കുറിപ്പിന്റെ സാരാംശം ഇങ്ങനെയാണ്: 2-3 ദിവസമായി സോഷ്യൽ മീഡിയയിൽ എന്റെയും മറ്റൊരു ആക്ട്രസിന്റെയും ഫോട്ടോ ഒക്കെ വെച്ച് കുറേയധികം വാർത്തകൾ പ്രചരിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ഈ പറയുന്ന ആക്ട്രസിനെ ഞാൻ വിളിച്ചു. താൻ ഫോൺ എടുത്തപ്പോൾ താങ്കൾ എന്നെയാണോ ഉദ്ദേശിച്ചത് എന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അതിനുള്ള മറുപടി അതെ എന്ന് തന്നെയായിരുന്നു. തുടർന്ന് എൻ്റെ ഭാഗം വിശദമാക്കുവാൻ വേണ്ടി ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ആക്ട്രസ് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഗം വിശദീകരിക്കുവാൻ എനിക്ക് കഴിയാതിരുന്നതുകൊണ്ട് പ്രേക്ഷകരുടെ അറിവിലേക്കായി എനിക്ക് ആ കാര്യം പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ നൽകുന്നത്. 2017 ഒരു ചാനലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പേയ്മെൻറ്റ് സംബന്ധമായ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുകയും അതോടുകൂടി ഞാൻ ആ ജോലി അവസാനിപ്പിക്കുകയും ചെയ്തതാണ്. ആ പേയ്മെൻറ്റ് വിഷയങ്ങളെക്കുറിച്ചൊന്നും തന്നെ ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ അന്നേ സോൾവ് ചെയ്ത വിഷയങ്ങളാണ്. ആ ഒരു ചാനലിൻ്റെ ഷോയിൽ തുടർന്നു പോകുവാൻ എനിക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് തുടർന്ന് ഞാൻ ആ ഷോ വിട്ടുകളഞ്ഞു. പെട്ടെന്ന് ഞാൻ റിസൈൻ ചെയ്ത് പോയതുകൊണ്ട് എനിക്ക് പകരമായ ഒരാളിനെ ഉടനെ തന്നെ കൊണ്ടുവരുവാൻ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അതുകൊണ്ട് ചില കാലതാമസങ്ങൾ അതിൽ നേരിടുകയും ചെയ്തു. അങ്ങനെ കാലതാമസം നേരിട്ടത് കൊണ്ടാണ് മറീന മൈക്കിളിൻ്റെ ഇൻ്റർവ്യൂ ആ ചാനലിന് പലതവണയായി മാറ്റിവെക്കേണ്ടി വന്നത്. എന്നാൽ പിന്നീട് ചാനൽ അധികാരികൾ അവരുടെ വീഴ്ച മറച്ചു വെച്ചുകൊണ്ട് മറീന മൈക്കിളിനോട് എനിക്ക് താല്പര്യമില്ലാതിരുന്നത് കൊണ്ടാണ് പല ആവർത്തി അവരുടെ ഇൻ്റർവ്യൂ ഞാൻ മുടക്കുവാൻ ശ്രമിച്ചത് എന്നുള്ള രീതിയിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഞങ്ങൾ തമ്മിൽ അനാവശ്യമായ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ചാനൽ അധികാരികളായ നിങ്ങൾ അന്ന് സംഭവിച്ചത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അത് ഏറ്റെടുക്കുവാനുള്ള ആർജവം കാണിക്കണം. അല്ലാതെ അന്നത്തെ നിങ്ങളുടെ ജോലിക്കാരിയായിരുന്ന എൻ്റെ മേലല്ല ആ കുറ്റം ചുമത്തേണ്ടത്. ഒരു ചാനലിൽ ഒരാൾ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ആരെ ഗസ്റ്റായി വിളിക്കണം, ഏത് സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഒരിക്കലും ആങ്കർ അല്ല. ആ ചാനലിൻ്റെ മേലധികാരികളും പ്രോഗ്രാം ഡയറക്ടറുമൊക്കെയാണ്. അവർ കൊണ്ടുവരുന്ന ഗസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ആങ്കറുടെ ചുമതല. വളർന്നു വരുന്നൊരു സെലിബ്രിറ്റിയായ ഒരാളുടെ തൊഴിൽ ഞാൻ നിഷേധിച്ചു എന്ന് അവരോട് പറഞ്ഞ് ഞാനും അവരും തമ്മിൽ വിരോധമുണ്ടാകുവാൻ കാരണമാക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ തെറ്റ് ഏറ്റെടുക്കുവാനുള്ള തൻ്റെ ഇടം കാണിക്കണം. അതുകൊണ്ട് മറീന മൈക്കിൾ എന്ന ആക്ട്രസിനോട് എനിക്ക് യാതൊരു ബഹുമാനക്കുറവുമില്ല, എതിർപ്പുമില്ല. വളർന്നു വരുന്ന ഒരു ആക്ട്രസ് എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് സ്നേഹവും ബഹുമാനവും തന്നെയാണുള്ളത്. ഈ വിഷയത്തെ സംബന്ധിച്ച് കാര്യങ്ങളുടെ ഒരു വശം മാത്രമാണ് മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ പ്രത്യക്ഷപ്പെട്ടത്. മറീന മൈക്കിളിനെ പോലെയുള്ള ഒരു ഫിലിം ആക്ട്രസ് പരസ്യമായി തനിക്ക് നേരിട്ട തൊഴിൽ നിഷേധത്തെക്കുറിച്ചും തന്നോട് കാട്ടിയ അന്യായത്തെക്കുറിച്ചും അത് പേളിമാണിയാണ് എന്നുള്ള പ്രയോഗത്തോടു കൂടി വെളിപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്ന ആൾക്കാർ അതേ സംബന്ധിച്ച് പ്രതികരിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്നാൽ ഇപ്പോൾ പേളി പറയുന്നത് ഈ വിവരത്തെക്കുറിച്ച് ക്ലാരിഫൈ ചെയ്യുവാൻ മറീനയെ വിളിച്ചപ്പോൾ താൻ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല, ഫോൺ കട്ട് ചെയ്തു പോയി എന്നാണ്. പേളിമാണി പറയുന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ, മറീന അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ആക്ട്രസ് എന്ന നിലയിൽ താൻ കാണിച്ച ഏറ്റവും വലിയ തെറ്റാണത്. കാരണം നിങ്ങൾ ഉയർത്തിവിട്ട വിവാദത്തിൽ ഇരയായ വ്യക്തി അതേക്കുറിച്ചൊരു ക്ലാരിഫിക്കേഷന് വേണ്ടി നിങ്ങളെ സമീപിക്കുമ്പോൾ സംസാരിക്കാൻ നിങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലതാണ്. ഒന്നുകിൽ പേളിമാണിയെ നിങ്ങൾ വെറുക്കുന്നു, അതുകൊണ്ട് തന്നെ മനഃപൂർവ്വമായി അവരെ തരം താഴ്ത്തി കാണിക്കുവാൻ നിങ്ങൾ ഒരവസരം മെനഞ്ഞെടുത്തതാണ്. എന്നിട്ട് പ്രശ്നങ്ങൾ ഗുരുതരമാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോഴേക്കും നിങ്ങൾ പതിയെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ്. അതല്ല എങ്കിൽ ചാനൽ അധികാരികളെ പേളിമാണി പറഞ്ഞതിനേക്കാൾ അധികം നിങ്ങൾ വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ പേളിമാണി നിങ്ങളുടെ തൊഴിൽ നിഷേധിക്കുവാനും നിങ്ങളെ ഇടിച്ചു താഴ്ത്തുവാനും വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സമൂഹത്തിൽ നിലയും വിലയുമുള്ള, അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഉയർന്നു വരുന്നതുമായ ഒരു ആക്ട്രസ് എന്ന നിലയിൽ തീർച്ചയായും നിങ്ങൾ ഉയർത്തിവിട്ട വിവാദത്തിൻ്റെ ക്ലാരിറ്റി വരുത്തേണ്ടത് നിങ്ങളുടെ കൂടെ ബാധ്യതയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യാതെ പോയത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അപമാനം വിളിച്ചു വരുത്തുന്നതാണ്. പേളിമാണി മനഃപൂർവ്വമായി നിങ്ങളുടെ തൊഴിൽ നിഷേധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അവരുടെ മുമ്പിൽ സ്ഥാപിക്കുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ വിജയമായിരുന്നേനെ. എന്നാൽ അനാവശ്യമായ വിവാദം ഉയർത്തിവിട്ടു എന്നുള്ളതിനപ്പുറം
ഇരയാക്കപ്പെട്ട വ്യക്തി നിങ്ങളുടെ വിശദീകരണം ആവശ്യപ്പെട്ടപ്പോൾ മറുപടി പറയുവാൻ പോലുമുള്ള മര്യാദ നിങ്ങൾ കാട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നാണക്കേടാണ്. ഇനി അടുത്ത വിഷയം, പേളിമാണിയുടെ ഈ വെളിപ്പെടുത്തലോടുകൂടി ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ചാനലും പ്രോഗ്രാം പ്രൊഡ്യൂസറുമാണ്. അങ്ങനെ ഒരു തെറ്റായ വിവരം മറീന മൈക്കിളിനോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചാനൽ അധികാരികൾ, പ്രോഗ്രാം പ്രൊഡ്യൂസർ വ്യക്തമാക്കണം. ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? പേളിമാണിയാണോ, മറീന മൈക്കിളാണോ, അതോ ഫ്ലവേഴ്സ് ചാനലിൽ അന്നുണ്ടായിരുന്ന പ്രോഗ്രാം പ്രൊഡ്യൂസറാണോ? മറീന മൈക്കിളാണ് വരുന്നതെങ്കിൽ അവരെ ഇന്റർവ്യൂ ചെയ്യുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് ആ ഷോ ക്വിറ്റ് ചെയ്ത് പേളിമാണി ഇറങ്ങിപ്പോയി എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കള്ളത്തരമാണ് പറഞ്ഞതെങ്കിൽ അത് ആ ചാനലിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ബാധിക്കുന്നത്. അതാണ് പേളി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ കുറ്റം അന്നത്തെ അവതാരകയായ പേളിയുടെ തലയിൽ ചുമത്താതെ അത് ഏറ്റെടുക്കുവാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം, അതിനുള്ള ചങ്കുറ്റം നിങ്ങൾ കാണിക്കണം. ഇതൊരു വെല്ലുവിളിയാണ്. ഈ വെല്ലുവിളി ഏറ്റെടുക്കുവാൻ തീർച്ചയായിട്ടും ഫ്ലവേഴ്സ് പോലെയുള്ള ഒരു ചാനലിന് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. പേളിയുമായി നിങ്ങൾക്കുണ്ടായിരുന്ന പേയ്മെൻറ്റ് സംബന്ധമായ ഇഷ്യൂ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നതുകൊണ്ട് അവർ ആ ചാനലിനോട് അന്ന് വിട പറഞ്ഞു. അങ്ങനെ പോയ ഒരു അവതാരകയെ ഏതെങ്കിലും രീതിയിൽ ഒരു പണി കൊടുക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ കുറ്റം പറയാനൊന്നും കഴിയില്ല. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമായിരിക്കണം. സോഷ്യൽ മീഡിയ വ്യാപകമായി ചർച്ച ചെയ്യുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്ത കാരണത്താൽ പേളിമാണി മാനനഷ്ടത്തിന് ഒരു കേസ് കൊടുക്കാൻ തയ്യാറായാൽ പണി പാളും. പക്ഷേ അവർ അതിനൊന്നും തയ്യാറായിട്ടില്ല. എന്നാൽ നാളെ അതിന് തയ്യാറായിക്കൂടാ എന്നുമില്ല. പേളിമാണിയെ ഇഷ്ടപ്പെടുകയും വെറുക്കുകയും ചെയ്യുന്ന ധാരാളം ആൾക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുണ്ട്. അവരൊക്കെ അനുകൂലമായും പ്രതികൂലമായും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നറിയാതെ പ്രേക്ഷകർ തന്നെ കുഴഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ കഴിഞ്ഞ ദിവസം മറീന മൈക്കിൾ നടത്തിയ പരാമർശം മാത്രം കേട്ടുകൊണ്ട് അഭിപ്രായം എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ ഈ ചാനലിൽ ഞാനും അതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായവും പങ്കുവച്ചിരുന്നു. അത് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേളിക്കെതിരായിട്ട് തന്നെയാണ് സംസാരിച്ചത്. എന്നാൽ ഇപ്പോൾ പേളിമാണിയുടെ മറുപടി പോസ്റ്റ് കൂടി വായിച്ചപ്പോൾ എവിടെയോ എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകിൽ മറീന മൈക്കിളോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ടിവിയുടെ മേലധികാരികളോ പ്രോഗ്രാം പ്രൊഡ്യൂസറോ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ തീർച്ചയായിട്ടും നൽകണം. ഇരുവരും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സത്യസന്ധതയെയും സാമൂഹിക പ്രതിബദ്ധതയെയും തീർച്ചയായിട്ടും ബാധിക്കും. ജനങ്ങൾ നിങ്ങളെ ആ രീതിയിൽ മാത്രമേ തുടർന്ന് കാണുകയുള്ളൂ. പ്രത്യേകിച്ച് മറീന മൈക്കിളിനെ പോലെ വളർന്നു വരുന്ന ഒരു യുവതാരം, ആ താരത്തിന് നാളുകളിൽ പലപ്പോഴായി ജനങ്ങളെ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ സത്യസന്ധമായി പങ്കുവെക്കുന്ന വിവരങ്ങൾ പോലും ഒരുപക്ഷെ ജനങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയണം എന്നില്ല, നിങ്ങൾക്കെതിരായിട്ട് ചിലപ്പോൾ സംസാരിച്ചേക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയുടെ മുമ്പിലേക്ക് പേളിമാണി വെച്ചിരിക്കുന്ന ഈ പോസ്റ്റിനുള്ള മറുപടി മറീന മൈക്കിളും ഫ്ലവേഴ്സ് ടിവിയുടെ മേലധികാരികളും നൽകും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. പ്രേക്ഷകരായി നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.